മനസ്സിനെ കാണാനെത്തുന്ന ജലജയെയും മതികളെയും കുട്ടിമണി അടിച്ചോടിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ ഒരുമിച്ച് ആലോചിക്കുന്നു, ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു, ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇടിച്ചു കയറണം. ശത്രുക്കൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് പിച്ചള. വയലോരം വീട്ടിൽ ശാരദയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. മനസ്സിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ശിവയെ മയിലും കുട്ടുമണിയും ചേർന്ന് ആക്രമിക്കുന്നു. ഇതിനു പിന്നിൽ മതികലയാണെന്ന് മനസ്സിനറിയുന്നു. ആരാണ് അവനെ അയച്ചതെന്ന് പറയിക്കുകയും ചെയ്തു. മതികല ഇടാതെ വേട്ടപ്പട്ടികളെ പോലെ പിന്തുടരുകയാണല്ലേ. പിച്ചളെ, എനിക്കൊരായുധം വേണം. എന്നെ രക്ഷിക്കാൻ, എന്റെ കുട്ടിമണിയെ രക്ഷിക്കാൻ, ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ. വായി ധൈര്യായിരിക്കെ. ഒരു കാവൽ പടയാളിയെ പോലെ ഞാൻ ഉണ്ടാവും ബായിയുടെ മുന്നില്. എന്നെ വീഴ്ത്തിയിട്ടല്ലാതെ ബായിയെ തൊടാനാവില്ല ആർക്കും. ചത്തൊടുങ്ങി പോയോ അവൻ? ആശുപത്രിയിൽ ഒന്നും സംഭവിച്ചു കാണില്ല. യൂസ്ലെസ്. നിങ്ങൾ എന്താ മനുഷ്യനെ പേടിപ്പിക്കണോ? ഒന്നാമത് ഇന്നലെ പ്രേതത്തെ കണ്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അല്ല, മതി എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അത് ഒറ്റയ്ക്ക് അച്യുതക്കുറിപ്പിനെ കാണാൻ. അങ്ങേര് ഇതിനകത്താണല്ലോ ഉള്ളത്. മതിക്ക് എന്താ പറ്റിയത്? എന്തിനാ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? എനിക്ക് പറ്റി കുന്തം. നിങ്ങൾ എന്തിനാ പമ്മി ഒന്ന് എന്റെ പുറകെ വന്ന് നിന്നത്? ഓ, എന്റെ ഫോൺ സംഭാഷണം ചോർത്താൻ വേണ്ടിയായിരിക്കും. എന്റെ പൊന്നു മതി, ഞാൻ ഇന്നലെ തന്നെ അതൊക്കെ വിട്ടു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചേ. ഞാൻ ഇത്തിരി നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇക്കട്ടെ. അതൊക്കെ ഞാൻ എപ്പോഴേ അടക്കി വെച്ചു. എനിക്ക് പോയി കാക്കയുടെ കാലുണ്ട്, അതും അല്ലെങ്കിൽ മൊബൈലിൽ പോയി കുത്തിക്കളി. എനിക്ക് ഇത്തിരി മനസ്സമാധാനം താ. ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. என்ன ரவி அண்ணா, இன்னைக்கு போகவே இல்லையா? ഇന്ന് ഉദ്യോഗമൊന്നും ഇല്ലായിരുന്നോ സാറിന്? ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരൂ. അയ്യോ, ഞാൻ ആരാടാ നിനക്ക് ഉദ്യോഗം ഉണ്ടാക്കി തരാൻ? കാണുമ്പോ ചുമ്മാ ചൊറിഞ്ഞോണം. என்ன பெரியப்பா, சும்மா இரு. മതികളാക്ക എങ്ക? അപ്പുറത്തുണ്ട്, കിണറിന്റെ അടുത്ത്. എന്താ? ഓക്കെ, ഒരു ചിന്ന രഹസ്യം. മനസ്സിജൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും കേട്ടോടാ. ചെയ്യട്ട്. അതിന് ഞാൻ എന്നാ വേണം? എടാ, കുറച്ച് മനുഷ്യപ്പറ്റോട് സംസാരിക്കടാ. എനിക്കിത്രയും പറ്റും പടിയൊക്കെ ഉള്ളൂ. ഓ, ഇവന്റെ ഒക്കെ ഒരു കാര്യം. എന്നക്കാ പ്രത്യേകിച്ച് മെസ്സേജ് വല്ലതും വരാനുണ്ടോ? എനിക്ക് അങ്ങനെ പല മെസ്സേജ് വരാനുണ്ട്. നീ ഓടി. ഓ, ഹോസ്പിറ്റലിൽ ഇരുന്ന് ശിവയുടെ മെസ്സേജാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞാൻ പറയാം. മനസ്സിജ അണ്ണന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശിവാവ് അടിച്ച് നിരപ്പാക്കി വിട്ടിട്ടുമുണ്ട്. നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. പുരിയല്ല? ഒന്നും മനസ്സിലായില്ലേ? ഞാൻ പറയാം വിശദമായിട്ട്. മനസ്സിജ അണ്ണനെ ഉപദ്രവിക്കാൻ അക്ക അയച്ച ശിവ തോറ്റുപോയെന്ന്. നീ ആവശ്യമില്ലാത്ത പറയരുത്. നീ ആവശ്യമില്ലാത്തത് ചെയ്യരുത്. കഴിഞ്ഞ ദിവസമേ ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതാ.
ഇനി മനസ്സിച്ചണ്ണനെയോ കുട്ടിമണിയോ ഉപദ്രവിക്കാൻ യാരെയെങ്കിലും വിട്ട നീ എന്തെയോടി பழனிமலை மயிலம்மா யாருன்னு உனக்கு தெரியாது. உன்னை சீவிடுவேன். നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിടയിലെ ഇത്തരം സംഭവങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അല്ലെങ്കിൽ അക്ക ക്ഷീണിച്ചു പോവും. പിന്നെ ശിവ അവൻ നല്ലൊരു ആയുധമാ. ഫസ്റ്റ് ലുക്കിലേ എനിക്കത് തെരഞ്ഞു പോച്ചു. അവനെ ഞാൻ തെരഞ്ഞു പിടിക്കും. എനിക്കറിയണം അവനും നീയും തമ്മിലുള്ള ഇടപാട്. ആർക്കൊക്കെ എതിരെയുള്ള ആയുധമാണ് അവനെന്ന് ഞാനങ്ങ് കണ്ടുപിടിച്ചോളാം. കേട്ടോടി മതികല മഹാറാണി അക്കച്ചി മോളെ. എന്തായി പിച്ചളെ, എത്ര രൂപയെന്ന് അറിഞ്ഞോ? രൂപ കുറെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും കൊടുക്കണ്ട. നമ്മളൊന്നും കൊടുക്കണ്ടേ? അതെന്താ? അതെന്താന്ന് വെച്ചാ ഒന്നും കൊടുക്കണ്ട. കാര്യം പറ പിച്ചളെ, ഇത് സർക്കാർ ആശുപത്രിയൊന്നും അല്ല നമ്മുടെ സൗജന്യമായിട്ട് ചികിത്സിക്കാൻ. നമുക്കാണെങ്കിൽ ഇവിടെ ഷെയറും ഇല്ല. പിന്നെങ്ങനെ? നമുക്ക് ഷെയറുള്ള പോലെ കാര്യങ്ങൾ എന്ന് വെച്ചാ ബായി, നമ്മൾ അടയ്ക്കാനുള്ള ബില്ല്, അതായത് 68,812 രൂപ, അതാരോ അടച്ചിരിക്കുന്നു. അത്രയും വലിയ തുക അതാരടച്ചേ? അതൊന്നും അറിയത്തില്ല. പണം അടച്ചു. അതുമാത്രല്ല, ഫാർമസിയിൽ നമുക്ക് പോകുമ്പോ കൊണ്ടുപോകാനുള്ള ബില്ല്, മറ്റ് ടെസ്റ്റ് നടത്തിയ ബില്ല് എല്ലാം കൂടി ചേർത്ത് ഏകദേശം 1 വരും. അതെല്ലാം ക്ലോസ് ചെയ്തു പോയി. ഇതാരാ ഇപ്പോ നമ്മളറിയാതെ ഈ ബില്ലടച്ചത്? എന്റെ ഒരു ബലമായ സംശയം മഹാദേവൻ തമ്പിസാറായിരിക്കുന്നു. പുള്ളിയല്ലാതെ വേറെ ആരാ ബായി നമ്മളെ സഹായിക്കാൻ? എന്നാലും അത് വേണ്ടായിരുന്നു പിച്ചളെ. വേണ്ടാതെ പിന്നെ ബായ്, മൊത്തം ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ബില്ലുണ്ട്. നമ്മൾ എങ്ങനെ അടയ്ക്കും? ഞാൻ എല്ലായിടത്തും കൂടി നുള്ളിപ്പെറുക്കി സംഘടിപ്പിച്ചത് 30,000 രൂപയാ. ആശുപത്രിക്കാരോടോ സൂപ്രണ്ടിനോടോ കാല് പിടിക്കാന്ന് വെച്ചാ അതിനേക്കാൾ ഭേദം പോയി കാലന്റെ കാല് പിടിക്കണതാ. അവന്മാരൊന്നും 10 പൈസ കുറച്ച് തരത്തില്ല. പിന്നെ ഞാൻ ഫുൾ ടൈം ബായിയുടെ കൂടെ ഇവിടെ തന്നെ ഇരുന്നതിനെ കൊണ്ട് എന്റെ ഓപ്പറേഷൻ ഒന്നും നടന്നതുമില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞാൻ പണിക്കിറങ്ങേണ്ടി വന്നേനെ കാശുണ്ടാക്കാനായിട്ട്. ഇതിപ്പോ ഒരാള് ബില്ലടച്ചു, അത്രയും സന്തോഷം. കുട്ടിമണിയോടെ? കുട്ടിമണി പോവാൻ റെഡിയായി ബാഗും തൂക്കി പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നാ മതി പാവത്തിന്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലേ ബായി. ഇവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ പോവാ. ശരി, പോവാ. ഒന്ന് പിടിച്ചേ. എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു പിച്ചളെ. ബില്ലടച്ച കാര്യത്തിലോ? അതല്ല, ഓരോ സമയത്തും ഞാൻ വീണുപോകുന്ന ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ ദൈവം ഓരോ രൂപത്തിൽ വരാറുണ്ട്. ഇപ്പൊ വലിയൊരു ബില്ലടച്ചിരിക്കുന്നു. അതിനേക്കാൾ ഉപരി എന്നെ ചേർത്ത് പിടിച്ച് ഒരു കൂടപ്പിറപ്പിനെ പോലെ പിച്ചള നിൽക്കുന്നു. ലോകം എത്ര വിചിത്രമല്ലേ ഭായി. കൂടപ്പിറപ്പായി നടന്ന ഒരുത്തൻ എന്റെ ജീവൻ എടുക്കാൻ നോക്കി. കൂടെ ജയിലിൽ കഴിഞ്ഞ ബന്ധം മാത്രമുള്ള പിച്ചള ഒരു കൂടപ്പിറപ്പായി എന്നെ താങ്ങി നിർത്തുന്നു. അതാണ് ബായി ദൈവത്തിന്റെ തിരക്കഥ. ഇതെല്ലാം അദ്ദേഹം നേരത്തെ എഴുതിയതല്ലേ? എന്തായാലും ശിവയല്ല പിച്ചള. ശിവ ബായിയുടെ ജീവൻ എടുക്കുമെങ്കിൽ പിച്ചള ബായിക്ക് വേണ്ടി ജീവൻ കൊടുക്കും. ഭായി, വാ ബായി. അതെ, ഞങ്ങളിപ്പോ പോവുക സിസ്റ്റർമാരെ. ശരി. കുട്ടു, അതെ, ഞങ്ങളിപ്പോ പോവാണ്. ഇനി പിന്നെ കാണാട്ടോ. ബായ്, ഞാൻ പോയിട്ടൊരു കാറ് വിളിച്ചോണ്ട് വരാം. ഓട്ടോ വേണ്ട,
ഓട്ടോറിക്ഷയും നമ്മളെ റോഡും പട്ടയും മുട്ടയും പോലെ കോടല് പുറത്തു വരും. ആ അതെ അതെ അതെ, മുട്ടോർച്ച വേണ്ട, മുട്ടോർച്ച വേണ്ട, കാറ് മതി വിത്തല്ലേ, കാറ് മതി. ഞാൻ താമസിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. മനസ്സിനെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. പിച്ചളെ, ബില്ലിന്റെ കാര്യം ചോദിക്കട്ടെ? എന്തിന്? നമ്മളത് അറിഞ്ഞതായിട്ട് വെക്കണ്ട, ഇങ്ങോട്ട് പറയും. എന്താ കൂട്ടുകാർ രണ്ടുപേരും കൂടി രഹസ്യം? സാറിന് ബുദ്ധിമുട്ടായി കാണുന്നു. ഏയ്, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? വാ മനസ്സുജ, വാ കുട്ടിമണി. സാറിന് ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നാളെ ഞാൻ പലതും പ്ലാൻ ചെയ്യുമ്പോൾ ഈ നന്മയോർത്ത് എൻ്റെ കരൾ വിറയ്ക്കരുതെന്നുണ്ട്. എന്റെ ഭാര്യയുടെയും മകളുടെയും കാര്യമല്ലേ മനസ്സിന് ഉദ്ദേശിച്ചത്? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. മനസ്സുജനൊന്നും പറഞ്ഞില്ലെങ്കിലും പോലീസിന് വ്യക്തമായ മൊഴി കൊടുത്തില്ലെങ്കിലും അറിയേണ്ടവർക്കെല്ലാം അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയാം. സാരമില്ല സാറേ, ആർക്കും ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്കെല്ലാം അറിയാലോ. കരളിൽ കൊണ്ട് നടന്നവർ തന്നെ കരൾ കൊത്തി തിന്നു. പറ്റിയ തെറ്റുകളോ അബദ്ധങ്ങളൊന്നും എനിക്കിനി പറ്റത്തില്ല. മനസ്സ് ഞാൻ ആവർത്തിക്കത്തില്ല. ഇനി മുമ്പിലുള്ളത് ഒരു പുതിയ വഴിയാ, പുതിയ ജീവിതമാ, പുതിയ പോരാട്ടമാ. ജീവിതം പോലെ മനസ്സുജ, പോരാട്ടം വേണം. സാറേ, ജീവിതം തന്നെ ഒരു പോരാട്ടമല്ലേ? 3 കാര്യങ്ങളാ സാറേ ജീവിതത്തിൽ നമ്മളെ വലിയ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. 1 ഒഴിഞ്ഞ വയർ, 2 കാലിയായ പോക്കറ്റ്, 3 മുറിവേറ്റ ഹൃദയം. ഈ 3 പാഠങ്ങളും ശരിക്കും അനുഭവിച്ചറിഞ്ഞ് പഠിച്ചവന് പിന്നൊന്നും ഭയക്കാനില്ല. ആ, പോവാം. ചെന്നിട്ടൊന്ന് കിടക്കണം. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്യാനുള്ളതാ. ഔട്ടു. മനുഷ്യ, അതെ, ഈ പിത്തല എവിടെ പോയാ മനുഷ്യ? പിച്ചള ആരെയോ കാണാൻ പോയതാ കുട്ടിമണി. ഓ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഇല്ലേ? നമ്മളെ കണ്ടാ പോലെ പിത്തലക്ക്? പുറത്തുള്ള ആരെയോ ആണ്. ഓ, നമ്മൾ രണ്ടും പുറത്തോട്ട് ഇറങ്ങി നിൽക്കുവല്ലേ? ഓ, എന്റെ പൊന്നു കുട്ടിമണി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ആ, പഠിക്കാതെ പരീക്ഷ എഴുതി ഇങ്ങനെയാ തോറ്റുപോകും. ഓ, സമ്മതിക്കത്തില്ല. അതെ, പിന്നെ എന്നാ മനുഷ്യ നമ്മുടെ കുഞ്ഞുമണി വരുന്നേ? കുറേ ദിവസം കഴിയുമ്പോ കുഞ്ഞുമണി വരും. പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ നമ്മുടെ കൂടെ കുഞ്ഞുമണി ഉണ്ടാവും. സത്യാനോ? അതെ, ആ, സത്യം. അതെ, നമുക്ക് പോയി കിടന്നാലോ കുട്ടിമണി? ഇവിടെ എന്താ മനുഷ്യ? ആ, ഇവിടെ നിന്നാലേ ഒത്തിരി രാത്രിയായ പെരുമ്പുള്ളു വരും. പെരുമ്പുള്ള? കുഞ്ഞുമണി വയറ്റിലുള്ളതല്ലേ, ഇവിടെ ഇറങ്ങി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാ. ആ, അയ്യോ, ദേ ഒരു പെരുമ്പുള്ളി മൂട്ടോർച്ച വന്നേക്കുന്നു. സിജൻ പേടിക്കണ്ട, ഞാൻ വഴക്കിനൊന്നും വന്നല്ല. കുട്ടിമണി എന്താ പേടിച്ചു നിൽക്കുവാണോ? ഓ, ഞാൻ രാക്ഷസനാണല്ലോ. ഞങ്ങൾക്ക് നകുലേട്ടനെ പേടിയൊന്നുമില്ല. എന്റെ ജീവന്റെ ഇഷ്ടാളല്ലേ. ഇതെന്താ ചാക്ക് കെട്ടൊക്കെ ആയിട്ട്? ആരെയും തല്ലിക്കൊന്ന് ചാക്ക് കെട്ടിക്കൊണ്ടു വന്നൊന്നും അല്ല സിജ. ഇത് കുറച്ച് അരിയും പലചരക്ക് സാധനങ്ങളാ. എന്തിനാ ഇതൊക്കെ? ചുമ്മാ ഇരിക്കട്ടെ. ഞാനിത് കൊണ്ടുവന്നതില് അപമാനമൊന്നും തോന്നണ്ട. സീതയുടെ അനിയൻ എനിക്കും അനിയനെ പോലെ തന്നെ. എന്നാ ഞാൻ ഇതാത്തോട്ട് വെച്ചേക്കട്ടെ. അത് എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. ഒരു കാര്യം അറിയാം, ആണുങ്ങൾ വയ്യാതെ വീട്ടിൽ കിടന്ന
കുടുംബത്തിന്റെ കാര്യം ഒരുപാട് കഷ്ടത്തിലാവുന്നു. പോട്ടെ സിജ. അല്ല നകുലേട്ടാ, ഒരു കാപ്പി കുടിച്ചിട്ട്. അതൊന്നും വേണ്ട, ഞാൻ ഇനിയും വരാം. പോട്ടെ കുട്ടിമണി. ആ ആ സിജ, ഒരു ഉപകാരം ചെയ്യണം. ഞാനിവിടെ വന്ന കാര്യം ഒരു കാരണവശാലും സീത അറിയരുത്. വേറൊന്നും കൊണ്ടല്ല, അവക്കെന്നെ കളിയാക്കാൻ ഒരു കാര്യം കൂടെ കിട്ടും. കരളിന്റെ സ്ഥാനത്ത് കരിങ്കല്ലുള്ളവനാ നകുലനെന്ന് മറ്റുള്ളവർ കരുതുന്നതാ എനിക്കിഷ്ടം. ഒരു ചട്ടമ്പിയുടെ ആത്മസംതൃപ്തിയാണെന്ന് കൂട്ടിക്കും. എന്നാ വരട്ടെ. ശരി. ഇതേ മൊത്തം ഒറ്റ വലിക്കാൻ കുടിച്ചേ. അതെ, പോയ ചൊകരയൊക്കെ തിരിച്ചു വരാനാ. എന്റെ പൊന്നു കുട്ടിമണി, എനിക്കിപ്പോ വേണ്ട. എന്റെ വയറ് നിറഞ്ഞിരിക്കുവാ. കണ്ടില്ലേ വയറിങ്ങനെ ഡമ്മനിരിക്കുന്നേ. അതിന് മനുഷ്യന്റെ വയറ്റിലും കുഞ്ഞുമാവേണ്ടോ? മനസ്സിന്റെ വയറ്റിലല്ല, പിന്നെ മനസ്സിന്റെ മനസ്സിലാ കുഞ്ഞുവാവ. മനസ്സിലോ? അതേ കുഞ്ഞുമാവാ. എന്റെ കുട്ടിമണി കുഞ്ഞുവാവ. എന്നാ പിന്നെ കുടിക്ക മനുഷ്യ, അല്ലെങ്കിൽ പിന്നെ കുട്ടിമണിക്ക് സങ്കടാവും. ശരി, എന്റെ കുട്ടിമണി സങ്കടപ്പെടണ്ട കേട്ടോ. പകുതി മനസ്സിനെ കുടിക്കാം, ബാക്കി പകുതി എന്റെ കുട്ടിമണിക്കും എന്റെ കുഞ്ഞുമണിക്കും. സമ്മതിച്ചു സമ്മതിച്ചു. കുടിക്ക മനുഷ്യ, കുടിക്ക് കുടിക്ക്. ഇത്ര മതിയാ? ഞാൻ കുടിക്കാവേ. കുടിക്ക്. അയ്യോ, വയറേ അങ്ങനെ നനഞ്ഞുപോയി. കുട്ടിമണി. അയ്യോ വെല്ലിച്ചി. വെല്ലിച്ചി. എന്തായിരുന്നു ഭാര്യയും ഭർത്താവും കൂടി വലിയ സംസാരം? ഒന്നും പറയണ്ട എന്റെ സീതയെടുത്തി. ഇവളെ എന്നെ ജ്യൂസ് കുടിപ്പിച്ച് കൊല്ലാൻ പോവാ. അയ്യോ, അത് പിന്നെ മനുഷ്യനെ പോയ ചോര മൊത്തം തിരിച്ചു വരാനല്ലേ. നല്ല മിടുക്കത്തി ഭാര്യ ആയല്ലോ. ആണാ ആണാ, ഞാൻ നല്ല മിടുക്കത്തി ഭാര്യയാണ്. പിന്നെ അയ്യോ മോളെ. അയ്യോ തൂപ്പറോഞ്ച് തൂപ്പറോഞ്ച് തങ്കല്ലേ. എങ്ങനെയുണ്ട് സിജ? ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ എങ്ങനെ പണം സംഘടിപ്പിച്ചു? എന്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു. മതികരുടെ അച്ഛനാണെന്ന് തോന്നുന്നു, ബില്ലടച്ചിട്ടുണ്ടായിരുന്നു. മകൾ ആശുപത്രിയിലാക്കിയതിന്റെ പ്രായശ്ചിത്തമായിരിക്കും അല്ലേ? സിജൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ആരെ ഉപയോഗിച്ച ഇതൊക്കെ ചെയ്തിരിക്കുന്നെന്ന്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സീതയെടുത്തി? മനസ്സിന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ചോരയിൽ നിന്നാ. ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ 10 ഇരട്ടി ആഴമുണ്ട് മനസ്സിനേറ്റ മുറിവിന്. ശരീരത്തിലെ മുറിവ് മരുന്നുകൊണ്ട് ഉണങ്ങും, പക്ഷെ മനസ്സിലെ മുറിവ് ഉണങ്ങത്തില്ല. കഷ്ടപ്പാടും കണ്ണുനീരിന്റെ കാലവും കഴിഞ്ഞു എന്ന് ആശ്വസിക്കും. പക്ഷെ കണക്കുകൾ തീർന്നിട്ടില്ലല്ലോ. കണക്കുകൾ തീർക്കാനുള്ളതല്ലേ സീതയെടുത്തി? തിരിച്ചു കൊടുക്കണ്ടേ? പലിശയും പിഴപ്പലിശയൊക്കെ ചേർത്ത്. ആദ്യം ശരീരമൊക്കെയോ നേരെ ആവട്ടെ, ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ. വെടിയേറ്റ കടുവയ്ക്കാ കൂടുതൽ വീര്യം. ശരീരത്തിൽ കിട്ടിയ കുത്ത് 2 എണ്ണമാ, പക്ഷേ മനസ്സിൽ കിട്ടിയ കുത്ത് തലങ്ങും വിലങ്ങുവാ. പകയുടെ പലിശ കണക്കില് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ബാങ്ക് ഈ മനസ്സിൻ്റെതാ. അധികം വൈകാതെ ചില അക്കൗണ്ടുകൾ ഞാനങ്ങ് ക്ലോസ് ചെയ്തോളാം. എന്താ? രാജകുമാരി യുദ്ധം പഠിപ്പിക്കാന്ന് പിത്തള മാറ്റിട്ടില്ലേ? എന്നിട്ട് എന്നെ എന്നാ പഠിപ്പിക്കാത്ത? രാജകുമാരിക്ക് ഇപ്പൊ യുദ്ധം പഠിച്ചിട്ട് ഏത് രാജ്യം കീഴടക്കാനാ? ആരെടുക്കാനാ? അയ്യോ, ആരടക്കാനാന്നല്ല പറഞ്ഞത്, ആരെ തോൽപ്പിക്കാനാന്നാ ഉദ്ദേശിച്ചത്. എനിക്ക് കുഞ്ഞെന്നെ വല്യെന്നെ കൊച്ചു ചോക്ക് തോപ്പിക്കണം. പിന്നെ എന്നിട്ട് വജലേറും വീട്ടിൽ കയറി അങ്ങ് താമസിക്കണം. അതിന് കുട്ടിമണിയുടെ കൂടെ ഈ പിച്ചള എന്തിനും ഏതിനുമുണ്ട്. എന്നാ പിന്നെ യുദ്ധം അങ്ങോട്ട് പഠിപ്പിച്ചേ.
എന്നാലല്ലേ എനിക്ക് ജയിക്കാൻ പറ്റൂ. ആദ്യ രാജകുമാരി നല്ല ധൈര്യത്തിൽ മുമ്പിൽ അങ്ങോട്ട് നിൽക്കണം. മനസ്സിജനും ഞാനൊക്കെ രാജകുമാരിയുടെ പുറകിൽ കാണും. നിന്നാ മതിയോ? ഞാൻ മുന്നോട്ടൊന്നും നടക്കൊന്നും വേണ്ടേ? എന്റെ പൊന്നു കുട്ടിമണി നടക്കണം. പട്ടാളക്കാര് മാർച്ച് ചെയ്യും പോലെ നടക്കണം. ധൈര്യത്തിൽ നെഞ്ചും വിരിച്ച് ഇതെങ്ങനെ എങ്ങനെ? അല്ല, ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലോ? അതിനല്ലേ കളരിമുറകള്. ഓതിരം കടകം. മോതിരം കടുക്കോ? എന്റെ കുട്ടിമണി മോതിരം കടുകൊന്നല്ല, ഓതിരം കടകം. മനസ്സിലായി. ഓതിരം കടകം. കുട്ടിമണി ഇനി അവിടെ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പിച്ചള പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ ശ്രദ്ധിച്ചേട്ടോളാം. പറഞ്ഞോ. പക്ഷെ കേക്കുന്നത് മനസ്സിലിരിക്കണം. കേട്ട കാര്യം മനസ്സ് തന്നെ വെച്ചോളണം. വയലോരം വീട്ടിൽ ചെന്നിട്ട് ഛർദിച്ചാ മതി. എന്നെ കളിയാക്കി ദേഷ്യം വരേ. അയ്യോ, ഞാൻ കളിയാക്കിയതല്ലേ. ആ വാ, കുട്ടിമണിക്ക് എല്ലാം പഠിപ്പിച്ചു തരാം. വാ. പൊൻകുന്നത്ത് പോയി ഞാനൊരു പെൺകൊച്ചിനെ കണ്ടായിരുന്നു. നല്ല വീട്ടുകാരാ, ഡിഗ്രി വരെ പഠിച്ച പെൺകൊച്ചുമാ. നകുലിന് പഠിത്തമില്ലെന്ന കാര്യം വല്യണ്ണം പറഞ്ഞായിരുന്നോ? അതൊക്കെ പറഞ്ഞു. ഈ പഠിത്തമെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണെന്ന് ഇപ്പോഴാ പെങ്ങളെ മനസ്സിലാകുന്നത്. ഏതൊരു സമ്പത്തിനേക്കാളും വലുത് പഠിത്തം തന്നെയാണ്. പഠിത്തമുള്ളവന് എങ്ങനെയും സമ്പത്തുണ്ടാക്കാൻ പറ്റും. പക്ഷേ സമ്പത്തുള്ളവന് വിദ്യാഭ്യാസം വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഇനി വിലയ്ക്ക് മേടിച്ചാൽ തന്നെ അതിന് വിലയുണ്ടാകുമോ? അതും ഇല്ല. നകുലൻ 10 തോറ്റപ്പോഴേ വീണ്ടും പഠിക്കാൻ വിടേണ്ടതായിരുന്നു. ഞാനത് എത്ര തവണ വല്യണ്ണനോട് പറഞ്ഞതാ. തെറ്റുപറ്റിപ്പോയി പെങ്ങളെ. അന്ന് കരുതിയത് ജീവിക്കാനൊരു തൊഴിൽ പഠിച്ചാൽ മതിയല്ലോ എന്നാ. പക്ഷേ പഠിച്ചാൽ തൊഴിൽ തേടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ജീവിതം കളഞ്ഞത് ഞാൻ തന്നെയാ. തോറ്റുപോയൊരു ഭർത്താവും തോറ്റുപോയൊരു അച്ഛനുമാ പൂക്കോടി രാഘവൻ. വല്യണ്ണൻ അങ്ങനെയൊന്നും സങ്കടപ്പെടണ്ട. അല്ല, എന്നിട്ട് പൊൻകുന്നത്തെ വീട്ടുകാരെന്തു പറഞ്ഞു? വല്യണ്ണൻ അത് പറ. നകുലം വന്ന് പെണ്ണിനെ കാണട്ടെ എന്ന് പറഞ്ഞു. അവൻ പോകുമോ എന്തോ ആർക്കറിയാം. അല്ലെങ്കിൽ തന്നെ അച്ചടക്കത്തെ പറ്റി അവനോട് പറയാൻ എനിക്കെന്ത് യോഗ്യതയുള്ളൂ? ഞാനെന്നാ കുടുംബം നോക്കിയിട്ടുള്ളത്? ചുമ്മാ ദേശാടന പക്ഷിയെപ്പോലെ കറങ്ങിത്തിരിഞ്ഞ് നടന്നു. ഓടി ഓടി വട്ടം ചുറ്റി പൂക്കോടി രാഘവന്റെ ജീവിതത്തിലെ ബാലൻസ് ഷീറ്റിൽ കുറെ പൂജ്യങ്ങൾ മാത്രമായി. പൂക്കോടി രാഘവൻ എന്ന പേര് മാറ്റി പൂജ്യൻ രാഘവൻ എന്നാക്കണം. അതാ കറക്റ്റ്. നല്ല കതിരുകൾ വിളയുന്ന നെൽച്ചെടികൾക്കിടയിലുണ്ടാകുന്ന കളകളില്ലേ, അത്തരം ഒരു കളയായിപ്പോയി എൻ്റെ ജീവിതം. അല്ല, സീതക്കൊച്ചു പോയിട്ട് കുറേ നേരം ആയല്ലോ. കുട്ടിമണിയായിട്ട് കിന്നാരം പറഞ്ഞിരിക്കുമായിരിക്കും പെണ്ണ്. ദേ വന്നല്ലോ. മോളെ, എന്താ മോളെ? എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഭയങ്കര ക്ഷീണമേ. അയ്യോ, തല ചുറ്റുന്ന പോലെ. വല്യണ്ണ, വയ്യാതിരിക്കുന്ന സമയത്ത് പെൺപിള്ളേർ വീട്ടിലിരിക്കണം, വല്ല ഭക്ഷണവും കഴിച്ചോണ്ട്. അല്ലാതെ ചുമ്മാ വെയിലും കൊണ്ട് കറങ്ങി നടക്കരുത്. ഒന്ന് പോ അമ്മാമ്മേ, എനിക്കൊന്നുമില്ല. അമ്മേ, എനിക്കിത്തിരി വെള്ളം കൊണ്ടുതരുമോ? തൊണ്ടയൊക്കെ വല്ലാതെ വരളുന്ന പോലെ. അമ്മ ഇപ്പൊ കൊണ്ടുവരാവേ. വല്യണ്ണ. അയ്യോ, എന്താ മോളെ? എന്താ? എന്തു പറ്റി മോളെ? എന്താ? അയ്യോ, സീതേ, എന്ത് പറ്റി മോളെ? മോളെ, എന്താ? വല്യണ്ണ, ഒരു ഓട്ടോ വിളിച്ചോണ്ടോ, ആശുപത്രി കൊണ്ടുപോ. ഒന്ന് വേഗം ചെല്ലു വല്യണ്ണ. ഞാനിപ്പോ. എന്റെ പൊന്നു മോളെ, ഒന്ന് കണ്ണു തുറക്കും മോളെ. മോളെ, 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 മോളെ. വല്യണ്ണ, അയ്യോ എന്റെ പൊന്നു മോളെ, എന്ത് പറ്റി എന്റെ കുഞ്ഞിന്? എന്റെ പൊന്നു പെങ്ങളെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ഒന്ന് തല ഇറങ്ങി വീണു, അത്രയല്ലേ ഉള്ളൂ. എന്താ? എന്ത് പറ്റി? ബോധം കെട്ട് വീണതാ ഡോക്ടർ. ഓ, പ്രഗ്നന്റ് ആണല്ലേ? വല്യണ്ണ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും
നിന്റെ തലക്കെട്ടി ഞാൻ വന്ന് തരും. ആശുപത്രി കിടന്ന് കരഞ്ഞിളകി പൊളിക്കാതിരിക്കും. ഇവിടെ ഉള്ളവരെല്ലാം ഓരോ രോഗികളും കൂട്ടിരിപ്പുകാരാണ്. എല്ലാവർക്കും ഇല്ലേ വിഷമം? എനിക്കതൊന്നും അറിയത്തില്ല. എന്റെ കൊച്ചു നിപ്പി വീഴുന്നത് ഞാൻ കണ്ടു. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാ. ഒന്നും സംഭവിച്ചിട്ടില്ല പെങ്ങളെ. നിങ്ങൾ ഇവിടെ നിന്നിങ്ങനെ ബഹളം വെക്കാതെ ഒന്നും മിണ്ടാതിരിക്കേ. എന്താണെന്ന് ഞാൻ നോക്കട്ടെ. കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകും. ശരി. വല്യണ്ണം കൂടി ഒന്ന് അകത്തേക്ക് പോയി നോക്കൂ. വല്യണ്ണ, ഡോക്ടർമാർ അവിടെ പരിശോധിച്ചോണ്ടിരിക്കുക. അവരെ ഒന്ന് നോക്കിയിട്ട് പറയുന്നവരെ നമ്മൾ അവിടെ കാത്തിരുന്നേ പറ്റൂ. വല്യണ്ണ, എന്റെ കൊച്ചിന് എന്തോ വലിയ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നു. എന്റെ വനജയെ നീ ആദ്യമായിട്ടാണോ ആശുപത്രിയിൽ വരുന്നത്? ഡോക്ടറെ, എന്റെ മോക്ക് എന്താ? നല്ല പനിയുണ്ട്. ഇനിയിപ്പോ ബ്ലഡ് റിസൾട്ട് കൂടി ഒന്ന് വന്നോട്ടെ. വിഷമിക്കാനൊന്നുമില്ല. എന്തായാലും നിങ്ങളിവിടെ പെട്ടെന്ന് എത്തിച്ചല്ലോ. ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ചാ മതി. ഞങ്ങൾക്കാവുന്ന വിധം ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും അപകടം അവളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് അതൊക്കെ വിശദമായി നോക്കുന്നുണ്ട്. നിങ്ങള്? ഞാൻ അവളുടെ അമ്മയാ. ഞാൻ അമ്മാവൻ. ആദ്യം അമ്മാവൻ അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചെടുത്ത് നിർത്ത്. ബ്ലഡിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. പെങ്ങളെ, പെങ്ങളിവിടെ നിൽക്ക്. ഞാൻ നകുലിനെ ഒന്ന് വിളിച്ചു പറയാം. വല്യണ്ണ, എനിക്ക് പേടിയാ വല്യണ്ണ. വല്യണ്ണൻ എങ്ങോട്ടും പോവണ്ട. നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? അവനെ വിവരം അറിയിക്കണ്ടേ? എന്നാ ബാലനെയും കൂടെ വിളിച്ചു പറഞ്ഞാലോ? അവന്റെ പേര് പറഞ്ഞ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. അവനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൊച്ചിന്റെ കാര്യം നോക്കാൻ നമ്മളുണ്ട് ഇവിടെ. സീതയുടെ അമ്മാവനിങ് വന്നേ. എന്താ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, എന്നാലും കാര്യം ഇച്ചിരി ഗൗരവമുള്ളതാ. അയ്യോ, എന്നതാ ഡോക്ടറെ? അത് സീതയ്ക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ബ്ലഡ് വേണ്ടി വരും. അയ്യോ, അതെന്ത് പറ്റി? അത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുവാ. കൗണ്ട് വളരെ കുറവാ. എന്തിന്റെ? അതൊന്നും പറഞ്ഞ അമ്മാവന് മനസ്സിലാവില്ല. ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് വേണ്ടത്. അത്യാവശ്യമായി അത് വേണം. ബി നെഗറ്റീവോ? അതെ, പെട്ടെന്ന് വേണം. ആളെത്തിച്ചോളൂ. എന്നതാ വല്യണ്ണ ഡോക്ടർ പറഞ്ഞത്? ചോര കുറച്ച് വേണമെന്ന്. അതും ബി നെഗറ്റീവ്. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? നീ കിടന്ന് കരയാതെ, ഞാൻ നകുലിനൊന്ന് വിളിക്കട്ടെ. നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അമ്മ, ശാരദ എപ്പോഴും പറയുമായിരുന്നു കൊച്ചെ, അച്യുതം പോകുന്നതിന്റെ കൂടെ തന്നെ അവക്കും പോകാൻ ഭാഗ്യം കിട്ടണേന്ന്. അത് പറ്റിയില്ല. എങ്കിലും ഒരുപാട് കാലം കൂടി പോയില്ലല്ലോ പാവം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ കൊച്ചെ, ശാരദ ഇവിടെ കിടന്ന് കണ്ണീര് പൊഴിക്കുന്നത് കണ്ട് അച്യുതം വന്ന് കൂട്ടിക്കൊണ്ടുപോയതാ. ഉറപ്പാ. അമ്മ, അതെ പറ്റിയൊക്കെ ആലോചിച്ച് കവലപ്പെട്ടിട്ട് എന്ന കാര്യം? ഒരു ആണും പെണ്ണും ജീവിതത്തിൽ ഒന്നിച്ച് ഒരേ ദിവസം ഭാര്യയും ഭർത്താവുമായി ഒരു പുതിയ വാഴ്ക്ക ആരംഭിക്കുന്നു. ആനാ ഒന്നിച്ച് മരിക്കാൻ ഭാഗ്യം കുറച്ചു പേർക്ക് മാത്രം. അത് അവങ്ങളുടെ വിധി. എന്തായാലും ശാരദ എന്റെ അച്യുതന് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അതെനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മെനഞ്ഞാന്ന് രാത്രി കുതിരവാലി ശാരദയെ കണ്ട്. അതിയാര്? മതികൊല. ഓ, അക്കാവാ? ചക്ക. ഞാനും കണ്ടു കൊച്ചേ ശാരദേ. அம்மா, இந்த உலகத்துல இருந்து நம்மள விட்டு போனவங்கள நம்மள വീണ്ടും കാണുന്നുണ്ടെങ്കിൽ அதுல ஒரு அர்த்தம் இருக்கு. എന്നതാ കൊച്ചേ? ആത്മാക്കൾക്ക് இந்த ഭൂമിയിൽ ഉള്ളവരോട് എന്തോ പറയാനുണ്ടെന്ന്. അതുതാ അതോட മീനിങ്. ശാരദയ്ക്ക് എന്തായിരിക്കും കൊച്ചേ നമ്മളോട് പറയാനുള്ളത്? അമ്മാവക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു കാര്യം. അതെന്നതാ? നമ്മുടെ കുട്ടിമണിയാ അമ്മാവ കൊന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാ എനിക്കൊന്നും അറിയത്തില്ല കൊച്ചേ. ഞാൻ അതേപ്പറ്റി ഒന്നും ചിന്തിക്കുന്നുമില്ല. അച്യുതന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അമ്മ,
அது குட்டிமணிக்கு பத்தின ஒரு அபத்தம். ஆனா இது ப்ரீ பிளான் மர்டர். നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് യാരോ സെഞ്ച കൊല. ഇത് പരുത്തിക്കാവിലമ്മേ, പിന്നെ അത് ആര് ചെയ്ത്? ആ പാവത്തിനെ കൊന്നതുകൊണ്ട് ആർക്കെന്ത് നേട്ടം കൊച്ച്? അതാവും അമ്മാവക്ക് നമ്മളോട് പറയാനുള്ളത്. അണ്ണ അണ്ണ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ മോളെ? അണ്ണ ടിഫിൻ സാപ്പിട്ടാച്ചാ? കഴിച്ചു ഓന്ന്. ആ സുമ പോയി. അവനിപ്പോ ഊണും ഉറക്കമൊന്നും ഇല്ലല്ലോ, നെഞ്ചുരി നടക്കുമല്ലയോ? അണ്ണേ, പ്രശ്നങ്ങൾ എല്ലാം തീരും. ഇപ്പൊ തന്നെ മനസ്സുചാണ്ടനോട് കാര്യത്തിൽ ബാലണ്ണനുണ്ടായിരുന്ന പഴി മാറിയില്ലേ? അതുപോലെ ഓരോന്നായി കടവുൾ മാറ്റിത്തരും. ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ ബാല നിന്റെ തീരുമാനം? അതിനി വരത്തില്ലയോ? വല്ലതും പറഞ്ഞോ? നീ വിളിച്ചോ? ഇല്ല. ആ, ഇവിടുത്തെ മന്ദര എന്നും വിളിക്കുന്നുണ്ട് വിവരം ചോർത്താനായിട്ട്. ഇന്ദു ഇനി വരുന്നില്ലെങ്കിൽ നീ പോയി സീതയെ വിളിച്ചോണ്ട് വാടാ. നിനക്കും ഒരു ജീവിതം വേണ്ടേ? എന്റെ ബാല, നിന്നോട് ഒത്തിരി സ്നേഹമുള്ള പെണ്ണാ സീത. ചിലപ്പം അവളുടെ കണ്ണീരിന്റെ ശാപം കൊണ്ടാവും നീ ഇങ്ങനെ ഗതികിട്ടാ പ്രേതം പോലെ വരുന്നത്. അമ്മ അപ്പടിയൊന്നും സൊല്ലാതെ. ദണ്ണം കൊണ്ട് പറഞ്ഞു പോണതല്ലേ കൊച്ച്? ഈ വീട്ടിൽ ആദ്യം ഉണ്ടായ കൊച്ചനല്ലേ അവൻ. ഇവനിങ്ങനെ മുഖം വാടി നടക്കുന്നത് എനിക്ക് സഹിക്കുമോ? ഞാൻ പോട്ടെ. ആ, ഭക്ഷണം കഴിക്കാതെ ബാലണ്ണനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. വിടമാട്ടെ. നീയോ? നീ എന്താ ഇവിടെ? ഞാനൊരു വിവരം പറയാൻ വന്നതാ. എന്ത്? സീത ആശുപത്രിയില. അയ്യോ, എന്ത് പറ്റി? സീതക്കാവക്ക് എന്നാച്ച്? എന്തോ പനി വല്ലാതെ കൂടിയതാ. ബ്ലഡ് കുറെ വേണം ഉടൻ. ഒത്തിരി തിരക്കിട്ടും കിട്ടിയില്ല. ബി നെഗറ്റീവാ ഗ്രൂപ്പ്. ബാലേട്ടന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണെന്ന് സീത തന്നെ പറഞ്ഞു. പറ്റുമെങ്കിൽ വന്ന് കുറച്ച് ചോര കൊടുക്കണം. നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും സീതയ്ക്കില്ല. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന പെണ്ണവള്. അതുകൊണ്ട് തന്നെ അവള് ചാവുന്നത് നകുലന് സഹിക്കത്തില്ല. എന്റെ ചോര പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ അവസാന തുള്ളി വരെ ഞാൻ ഊറ്റിക്കൊടുത്തനെ. അതാ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ വന്നത്. മനസ്സിലെ വാശിയും വെറുപ്പും ഒക്കെ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഈ വണ്ടി തന്നെ നമുക്ക് പോവാം. അണ്ണേ, കൊള്ളാം, നന്നായി. അവള് ചാവുമ്പോ റീത്ത് വെക്കണമെന്നും അങ്ങോട്ട് വന്നേക്കരുത്. അമ്മ, അമ്മ ബാലണ്ണ ഇവിടെ വന്ന് നിൽക്കുവാണോ സീതക്കയ്ക്ക് വയ്യാന്ന് കേട്ടിട്ട്? ബാലോ, മക്കളെ, ആ ചെറുക്കൻ വന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ കുഴപ്പമാണെന്നാ എനിക്ക് തോന്നിയത്. എനിക്ക് ബാലണ്ണ ഇപ്പൊ ഒന്നും ചിന്തിക്ക വേണ്ട. കഴിഞ്ഞ കാലത്തെ കഥയോ ഒന്നും ചിന്തിക്ക വേണ്ട. ബാലണ്ണ ആസ്പത്രി പോണു. സീതക്കാവ കാണണം. എന്തെല്ലാം സഹായം ചെയ്യാമോ അതെല്ലാം ചെയ്യണം. എന്തായാലും അത്രയ്ക്ക് സീരിയസ് ആയ ഒരു പ്രോബ്ലം വന്നപ്പോ ബാലണ്ണയുടെ പേരല്ലേ സീതക്ക പറഞ്ഞത്. ഞാൻ പോയാ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? നിന്റെ ശരീരത്തിൽ എന്താ ചോരയില്ലയോ? ബാലണ്ണൻ പോണു. അണ്ണന്റെ ബ്ലഡാണ് സീതക്കയ്ക്കിപ്പോ വേണ്ടത്.
ഭാര്യ ആസ്പത്രി കിടക്കുമ്പോ അടുത്ത് നിന്ന് കെയർ ചെയ്യേണ്ടത് ഭർത്താവ് തന്നെയാ. അപ്പോ പോയേ പറ്റൂ. അതല്ല, ഞാൻ അവിടെ ചെന്ന സീതയുടെ അമ്മ, അമ്മാമ്മ ഉള്ള സമാധാനം കൂടി പോകത്തേ ഉള്ളൂ. ഒരിക്കലും ഇല്ല. അവരറിയാതെ എന്തായാലും ആ നകുലൻ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അപ്പോ അവരുടെ അവസാന പ്രതീക്ഷയാ ബാലണ്ണൻ. സീതാക്കാക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഈ ജന്മത്ത് ബാലണ്ണന് സ്വസ്ഥത കിട്ടുവോ? അത് നേരാ ബാല, നീ ഒന്ന് പോ. ഞങ്ങളല്ലേ പറയുന്നത്. ബാലണ്ണൻ എന്നെ ഒരു തങ്കച്ചി മാതിരിയല്ലേ കാണുന്നത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആണ്ടവന് ഓർത്ത് അങ്ങോട്ടൊന്ന് പോ. ഹലോ ചന്ദ്രൻ, ഇത് എവിടേക്കാ? ഞാനൊരിടം വരെ. ഒരിടം വരെയെന്നോ? പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? ഇന്ദുവിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? അറിയേണ്ടതല്ല, അറിഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ വായിന്ന് എനിക്കത് കേൾക്കണം. നിങ്ങളിപ്പോ എവിടേക്കാ പോകുന്നത്? ഞാൻ ഒരാളെ കാണാനായിട്ട്. കാണാൻ പോകുന്ന ആളിന് പേരില്ലേ? എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇന്ദു വിളിക്കുന്നത്. ഇന്ദു തന്നെ പറ. ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ആദ്യ ഭാര്യയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോവാ. അവളവിടെ പനിച്ചു പറിച്ച് ആശുപത്രി കിടക്കല്ലേ. അപ്പൊ ഉത്തരവാദിത്തം കാണിക്കണല്ലോ. ഇന്ദു ആദ്യ ഭാര്യയൊന്നും അപരിചിതയാണോന്നൊന്നും ചിന്തിക്കുന്നില്ല. ഒരാൾ വയ്യാതെ ആശുപത്രി കിടക്കുന്നു, എന്നാലാവുന്ന സഹായം ചെയ്യുന്നു. അതെനിക്ക് ഇഷ്ടമല്ലെങ്കിലോ? ഇന്ദു ഇതിൽ ഇടപെടരുത്. ഇതൊരാളോടുള്ള മാനുഷിക പരിഗണനയുടെ കാര്യം മാത്രമാണ്, അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമല്ല. അങ്ങനെ ഒരു മാനുഷിക ബന്ധം മാത്രമല്ലല്ലോ ഇതിനു പിന്നിൽ. നിങ്ങളുടെ ആദ്യ ഭാര്യ സീത. നിങ്ങളെ അവളിലേക്ക് അടുപ്പിക്കാൻ അവൾ എന്ത് തന്ത്രവും പയറ്റും. ഇതവളുടെ അടവാണെന്ന് ഞാൻ പറയും. പനിയും അസുഖവും മുറച്ചേർക്കനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കലും ഒക്കെ. ഇന്ദു, ഞാൻ എന്തായാലും ആശുപത്രി ചെല്ലട്ടെ. അവിടെ ചെല്ലുമ്പോ കാര്യങ്ങൾ അറിയാലോ. എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ പോകരുത്. പോയാ? വെല്ലുവിളിക്കാണല്ലേ? പോയാ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി നിൽക്കുന്ന പോലെ അല്ല. അമ്മേ, ബാല, എന്താ അമ്മേ സംഭവിച്ചത്? ബാല മോനെ. ആള് വന്നോ? വന്നു ഡോക്ടറെ, വന്നു. ഇതാ സീതമ്മക്ക് ചോര കൊടുക്കാൻ വന്ന ആള്. ഇത് അത് ഞാൻ സീതയുടെ ഭർത്താവാ. ആ, വേഗം വരൂ. സിസ്റ്റർ, എന്താ ഡോക്ടർ? ഇതാണ് സീതയ്ക്കേണ്ടി വന്ന ഡോണർ. ശരി ഡോക്ടർ. ബ്ലഡ് എടുത്തോളൂ. കിടന്നോളൂ. എന്നാലും അവൻ സീതയുടെ ഭർത്താവാണെന്ന് പറഞ്ഞല്ലോ. നീ അതോർത്ത് സന്തോഷിച്ച് നിൽക്കുകയാണോ? എന്നാലും അവന്റെ നാവീന്ന് ഇത്രയും നാളിന് ശേഷം, ഇത്രയും പ്രശ്നത്തിന് ശേഷം അത് കേട്ടല്ലോ. ഒരുപാട് സന്തോഷമായി. നമ്മൾ നിന്നുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത്. തള്ളി പറയാൻ പറ്റത്തില്ലല്ലോ. സീതമോളും കൂടി ഇത് കേൾക്കേണ്ടതായിരുന്നു. ആ, അവനത് പറയാൻ തോന്നിയത് തന്നെ ഭാഗ്യം. ഉള്ളിൽ തട്ടിയാണോന്ന് ആർക്കറിയാം. ഇതോടെ ചിലപ്പം എല്ലാം ഒന്ന് കലങ്ങി തെളിയുമായിരിക്കും, അല്ലേ വല്യണ്ണ? ആ, കാത്തിരുന്ന് കാണാം. കലങ്ങി തെളിയുമോ കൂടുതൽ കലങ്ങുമോ എന്ന്.
അധികം സംസാരിപ്പിക്കരുത്. ബാലേട്ടൻ വന്നല്ലോ, ചോരയും തന്നു. വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ബാലേട്ടനൊന്ന് വരാൻ ഞാനൊന്ന് വീഴേണ്ടി വന്നു. കാല് തട്ടുമ്പോഴല്ലേ കണ്ണ് നനയത്തുള്ളൂ. എന്നെ ഓർത്ത് ബാലേട്ടൻ സങ്കടപ്പെടണ്ട. പുറമെ എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്ക് ബാലേട്ടനോട് ദേഷ്യമൊന്നുമില്ല. എന്നെപ്പറ്റി ഓർക്കുമ്പോ സന്തോഷം കാണില്ലേ? സന്തോഷം, സന്തോഷമുള്ള കുറച്ച് കാലങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് പോയി. ഞാനായിട്ട് സന്തോഷം തല്ലിക്കെടുത്തിയിട്ടില്ല. ഞാൻ ആരെയും പഴിച്ചിട്ടില്ലല്ലോ ബാലേട്ട. എല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ. സീതയുടെ മനസ്സ് കണ്ണീര് വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ഉപ്പുകടലാസാണ് പണ്ടും. മറഞ്ഞു പോയത് എന്തിനാണെന്നും അകന്നു നിന്നത് എന്തിനാണെന്നും നിനക്ക് പറയാമായിരുന്നു സീതേ. പറയായിരുന്നു, പറയാം. പറയാനായിട്ട് കൂടിയാ തിരിച്ചു വന്നത്. പക്ഷേ ഇന്ദു വീട്ടിലേക്ക് പോയെന്ന് കേട്ടു. വന്നില്ലേ? ഇല്ല. പോയി വിളിച്ചുകൂടായിരുന്നോ? എന്തിന്? ഒറ്റയ്ക്ക് പോയി നോക്കാം. ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാ. പിന്നെ ജീവിക്കാൻ മാത്രം എന്തിനാ ഒരു കൂട്ട്? എനിക്ക് ബാലേട്ടന്റെ കാര്യത്തിൽ ഒത്തിരി സങ്കടമുണ്ട്. എനിക്കതില്ല. എല്ലാരും ജയിച്ചു, എല്ലാവരുടെയും വാശി ജയിച്ചു. കഥയില് ബാലൻ മാത്രം തോറ്റു. ആരോടും പിണക്കില്ല, പരിഭവമില്ല. തോൽക്കാൻ വേണ്ടി ജനിക്കുക എന്നുള്ളത് ഒരു വിധിയാ. ആ വിധിയുടെ മറുപുറമ മറ്റുള്ളവരുടെ വിജയം. വയലോരം വീട്ടിലെ പലചരക്കടക്കാരൻ ബാലേന്ദ്രൻ ജനിച്ചത് തോൽക്കാൻ വേണ്ടി മാത്രം. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. പരാജിതന്റെ ജാതകം, അതാണ് ബാലേന്ദ്രന്റെ ജീവചരിത്രം. ബാലേട്ടൻ ഇങ്ങനൊന്നും പറയരുത്. പോയി ഇന്ദുവിനെ വിളിക്കണം. ഇപ്പോ ബാലേട്ടൻ ഇവിടെ വന്നല്ലോ. സ്വന്തം ഞരമ്പീന്ന് ഒരു കുപ്പി ചോര ഊറ്റി തന്നല്ലോ. ആ ഓർമ്മയും ഈ താലിയും നമ്മുടെ കുഞ്ഞും മതി ബാലേട്ട എനിക്ക് ജീവിക്കാൻ. ബാലേട്ട, ബാലേട്ടൻ ഇന്ന് വല്ലതും കഴിച്ചോ? ബാല മക്കളെ, നീ പോയോ ആശുപത്രിയില്? കണ്ടോ സീതേ? എങ്ങനെയുണ്ട്? പോയി കണ്ടു. എന്തായാലും അത് നല്ല കാര്യമായി മക്കളെ. എന്തൊക്കെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാലും വയ്യാതെ കിടന്നപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയാൻ ഇടവരരുത്. അതുപോലെ വയ്യാത്തത് കൊണ്ടാണല്ലോ ചോര വേണോന്നൊക്കെ പറഞ്ഞത്. എന്തുമാത്രം ചോരയാ മക്കളെ എടുക്കുന്നത്? ഒരു കുപ്പി നിറച്ചെടുക്കുവോ? ആ, വലിയ കുപ്പിയിലല്ല, 5 ലിറ്ററിന്റെ കന്നാസ് നിറയെ എടുക്കും. മോട്ടോർ വെച്ച് അടിച്ചാ എടുക്കുക. നീ പോടി. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ എന്തിനാ വലിഞ്ഞേറിയ അഭിപ്രായം പറയാൻ വരുന്നത്? നിങ്ങളുടെ സ്വഭാവം ഇത് തന്നെയാണല്ലോ. അതെനിക്ക് ഇങ്ങോട്ട് പകർന്നു എന്നങ്ങ് കൂട്ടിയാ മതി. അപ്പോ ബാലേട്ടൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, സീതയെടുത്തിയോടുള്ള ഇഷ്ടക്കേടൊക്കെ. കലമോളെ, ആരോട് ഇഷ്ടക്കേടുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഒരു അപകടാവസ്ഥയിൽ കിടക്കുമ്പോൾ അത് തട്ടിച്ചു നോക്കേണ്ട കാര്യമില്ല. സീതയ്ക്ക് ചോര വേണമായിരുന്നു, റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. ഞാൻ പോയി കൊടുത്തു. എന്നിട്ട് സീതയെടുത്തി കണ്ടോ? കണ്ടല്ലോ. അവിടെ വരെ പോയിട്ട് പിന്നെ കാണാതെ വരുന്നത് എങ്ങനെയാ? പിന്നെ അല്ലാതെ അവിടെ വരെ പോയിട്ട് പിന്നെ തലയിൽ തുണിയിട്ടുകൊണ്ട് വരുമോ, അതോ കണ്ണടച്ച് പിടിച്ചു വരുമോ? എന്തായാലും നന്നായി. പോയ വഴിക്ക് ഇന്ദുവെടുത്തി ബാലേട്ടനെ വിളിച്ചായിരുന്നു അല്ലേ? വിളിച്ചു. ഇന്ദു എങ്ങനെയാ കലമോളെ കൃത്യമായിട്ട് ഞാൻ സീതയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോകണമെന്നൊക്കെ അറിഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലല്ലോ. ആര് പറഞ്ഞ് അറിഞ്ഞില്ലാന്ന്? സീതയ്ക്ക് ചോര വേണോന്നും പറഞ്ഞ് ആര്, നകുലനോ സഹദേവനോ? ആ നെടുമാട ഇവിടെ വന്നത് നീ അറിഞ്ഞല്ലോ. എന്നിട്ട് നീ തന്നെ ആയിരിക്കും ഫോൺ വിളിച്ച് പറഞ്ഞത്.
നീ 24 മണിക്കൂറും ഫോണിലൂടെ കുച്ചു കുച്ചുതാന്ന് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ കുണുകുണാന്ന് പറഞ്ഞു. ഞാൻ 24 മണിക്കൂർ സംസാരിക്കും, 48 മണിക്കൂർ സംസാരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. ആ അതുകൊണ്ടൊരു വിവരം കിട്ടിയിട്ടുണ്ട് ബാലേട്ടാ. ഇന്ദുവേടത്തി പൂർണ്ണമായിട്ടും അങ്ങ് കമ്പൊടിച്ചിട്ടു. ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. ഞാൻ പ്രതീക്ഷിച്ചത്ര ഞെട്ടല് ബാലേട്ടന്റെ മുഖത്ത് വന്നില്ല. ഓ, സീതയിടത്തെ കണ്ടതുകൊണ്ടായിരിക്കും അല്ലേ? ആ ഇനിയിപ്പൊ ചോരയൊക്കെ കൊടുത്ത് നിങ്ങളുടെ ബന്ധം ഒന്നുകൂടെ ദൃഢമായല്ലോ. പാവ ഇന്ദുവേടത്തി ഇടയ്ക്ക് വന്ന് കേറി ഇടയ്ക്ക് ഇറങ്ങിപ്പോയി. എടി പെണ്ണേ, കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ. ബാലൻ സീതയെ പോയി സഹായിച്ചെങ്കിലേ അതിന്റെ പേരിൽ ഇന്ദു കൊച്ചു സന്തോഷിക്കുക വേണ്ടത്. മനുഷ്യത്വമുള്ള ഒരാളാണല്ലോ ബാലനെന്നോർത്ത്. അയ്യടാ, അങ്ങനെ മനുഷ്യത്വമുള്ള ആളുകളെ ഓർക്കാനും അതിന്റെ പേരിൽ സഹായിക്കാനും സംരക്ഷിക്കാനും സന്തോഷിക്കാനും ഒന്നും ഇന്ദുവേടത്തിക്ക് താല്പര്യമില്ല. അവർക്കേ അവരുടെ ജീവിതമാ വലുത്. അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേറൊരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു.